വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. നമ്മുടെ 7th CBSE ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് മക്കളെ, ന്യൂ ആൻഡ് ഓൾഡ് ടെർമിനോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സിലൊക്കെ എന്താണ് ഒരുപാട് വർഷം മുമ്പുള്ള നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റില്ലേ. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എക്സിസ്റ്റ് ഇൻ വെറൈറ്റി ലാംഗ്വേജസിൽ ഉണ്ടായിരുന്ന എന്താണ് ഒരുപാട് ലാംഗ്വേജസ്, വെറൈറ്റി ലാംഗ്വേജസിൽ എന്താ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല റെക്കോർഡ്സും ഉണ്ടായിരുന്നു, പല ലാംഗ്വേജസിൽ ഉണ്ടായിരുന്നു. ഇപ്പോ അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ലാംഗ്വേജ് ആയിരിക്കില്ല ഇപ്പം ഉണ്ടാവുക. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും പണ്ട് മലയാളം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത ടൈപ്പിലുള്ള ഹിസ്റ്റോറിക്കൽ വേർഡ്സ് ഒക്കെ അല്ലേ ഓരോ പുസ്തകത്തിലൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇന്നെന്താണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അന്നൊക്കെ എന്താണ് അതിനൊരു വാമൊഴി ടൈപ്പ്, ഒന്നും വായിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ലാംഗ്വേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് അത് ഒരുപാട് ചേഞ്ച് ആയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡീവൽ പേർഷ്യൻ എന്നോ അന്ന് മെഡീവൽ പേർഷ്യൻ ലാംഗ്വേജ്, മെഡീവൽ ആ ഒരു കാലഘട്ടത്തെ ആൾക്കാരെ യൂസ് ചെയ്ത മെഡീവൽ പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ, അന്ന് ഇപ്പൊ എന്താണ് ആ മെഡീവൽ പേർഷ്യൻ ലാംഗ്വേജ് എന്താ മോഡേൺ പേർഷ്യൻ ലാംഗ്വേജ്. അവിടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ലാംഗ്വേജ് മാറിയിട്ടുണ്ട്. അവിടെ മെഡീവൽ പേർഷ്യൻ ഉള്ളത് മോഡേൺ പേർഷ്യൻ ആയില്ലേ, മോഡേൺ ഭാഷയിലേക്ക് മാറി. ഓക്കെ, ഓരോന്ന് മാറി. ഇപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ വാട്സാപ്പ് ചോദിക്കില്ലേ, വാട്സാപ്പ് എന്തുണ്ട് വിശേഷം, പണ്ടെന്നാ അതിന്റെ വേർഡ് ഹൗ ആർ യു എന്നല്ലായിരുന്നോ. അത് ഇപ്പൊ തന്നെ ആ വേർഡേ മാറിയില്ലേ, അതിന്റെ അർത്ഥം വരെ മാറി. ഹൗ ആർ യു ആ വേർഡ് മാറിയപ്പോ വാട്സാപ്പ് അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നത്. അതുപോലെ എന്താ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങള് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞോ, ദ ഡിഫറൻസ് ഇസ് നോട്ട് ജസ്റ്റ് വിത്ത് റിഗാർഡ് ടു ഗ്രാമർ ഓ വൊക്കാബുലറി. ഇത് ഗ്രാമറിൽ മാത്രമല്ല, വൊക്കാബുലറിയിൽ മാത്രമല്ല ചേഞ്ചസ് ഉണ്ടാവുന്നത്. ആ ഒരു വേർഡ് തന്നെ മാറുകയാണല്ലേ. ആ ഒരു വേർഡ് തന്നെ അവിടെ എന്താണ് മാറുകയാണ് ചെയ്യുന്നത്. ദ മീനിങ്സ് ഓഫ് ദ വേർഡ്സ് ഓൾസോ ചേഞ്ച് ഓവർ ടൈം. അവിടെ വേർഡ്സേ കംപ്ലീറ്റ് ആ ഒരു അർത്ഥം തന്നെ അവിടെ മാറിപ്പോകുന്നുണ്ട് അല്ലേ. ഇപ്പൊ വേറൊരു സംഭവം നോക്കുകയാണെങ്കിൽ ടേക്ക് ദ ഹിന്ദുസ്ഥാൻ. പണ്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ, പണ്ട് അത് പറയാം. ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യ അല്ലെ, ഇന്ത്യ ആണ് അല്ലെ. പക്ഷേ അന്ന് എന്താണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് അത് വേറൊരു മീനിങ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യയെ ഓർമ്മ വരുന്നു. അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കോ, ഏകദേശം എന്താണ് 13th സെഞ്ചുറിയിൽ മിൻഹാജ് അൽ സിറാജ് എന്ന് പറയുന്ന ഒരു ക്രോണിക്കലർ, അദ്ദേഹം ഒരു പുസ്തകത്തിൽ പേർഷ്യനിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്നറിയോ, പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഗംഗ, യമുന അതിന്റെയൊക്കെ നടുക്കുള്ള അതിനൊക്കെ സെന്ററിൽ അതിന്റെ ഇടയിൽ വരുന്ന ലാൻഡ്സിനെ ആയിരുന്നു, ആ ഒരു ഭാഗത്തെ ആയിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത് വർഷങ്ങൾക്ക്. അതായത് 13th സെഞ്ചുറി മുമ്പ്. പക്ഷെ ഇന്നെന്താണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരുപാട് വർഷങ്ങൾക്കുള്ള ലാംഗ്വേജ് അല്ല ഇപ്പൊ ഉള്ളത്. അവിടെ എന്താണ് വൊക്കാബുലറി, ഗ്രാമർ, വേർഡ്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഇതേപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.